ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സാബുമോൻ എല്ലാവരെയും റോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. സാബുമോൻ വലുതായിട്ടൊന്നും ആരെയും റോസ്റ്റ് ചെയ്തില്ല. എല്ലാവരും ഒന്ന് ഇതാക്കാൻ വേണ്ടി സാബുമോൻ ചെറുതായിട്ട് എല്ലാവരെയും ഒന്ന് റോസ്റ്റ് ചെയ്തു. അതിന് ശേഷം കണ്ടസ്റ്റൻസിനൊക്കെ സാബുമോന് റോസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അപ്പം സാബുമോൻ അനീഷിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് കാർഡ് ഇറക്കുകയാണ്. പിന്നെ അതുമല്ല, സാധാരണ ഒരു മനുഷ്യനല്ല അനീഷ്, രാവിലെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റും എടുത്തിട്ട് സാധാരണ മനുഷ്യരല്ല, കാരണം ഒരു ആങ്കർ കൂടിയാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെങ്ങനെ സാധാരണ മനുഷ്യനാകും എന്നൊക്കെ അനീഷിനെ കുറിച്ച് പറഞ്ഞ്. അപ്പോൾ അനീഷിൻ്റെ അവസരം കിട്ടി. അപ്പോൾ അനീഷ് ശരിക്ക് സാബുമോനെ ശരിക്ക് പറഞ്ഞു. കാരണം ഞാൻ വിപ്പിംഗ് കാർഡ് ഇറക്കാനൊന്നും അല്ല ഇവിടെ വന്നേക്കുന്ന, ഞാൻ എപ്പോഴും ചുമ്മാ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി വന്നിരിക്കുമല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടി 100 ദിവസം വന്നിരിക്കുന്ന ഒരാളാണ്. ഞാനിത് പഠിച്ചിട്ടൊന്നും ഗെയിം പഠിച്ചും ഇട്ടൊന്നും വന്നതല്ല. 6 ദിവസം ചെയ്യേണ്ട കാര്യം ഞാൻ 3 ദിവസം കൊണ്ട് ചെയ്തിട്ടാണ് പെട്ടെന്ന് ബിഗ് ബോസിനകത്ത് വന്നത്. കാരണം എനിക്ക് പ്രൊമോയും ഇതുമൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ ഞാൻ പെട്ടെന്ന് തീർത്തിട്ടാണ് ഇവിടെ വന്നത്. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. സാബുമോൻ പറയുന്നത് ഞാൻ അതിനധികമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓരോന്നും നിങ്ങൾ പറഞ്ഞത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് എണ്ണി ഞാൻ മറുപടി പറയും. നിങ്ങൾക്ക് നേരെ നീട്ടി വെച്ചിരിക്കുന്ന ഒരു തോക്കാണ്, ഈ ഉണ്ട നിറച്ചിട്ട് നീട്ടിയിരിക്കുന്ന ഒരു തോക്ക് പോലെ ഞാൻ എല്ലാത്തിനും മറുപടി പറയുമെന്ന് സാബുമോനോട് പറയുന്നു. അപ്പോൾ സാബുമോൻ അതിനൊന്നും പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അനീഷ് തന്നെ ഇങ്ങനെ ശക്തമായിട്ട് ഓരോന്നിങ്ങനെ അനീഷിനെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞപ്പോൾ അക്ബറും ആര്യനൊക്കെ പറയുന്നുണ്ടായിരുന്നു ടാസ്ക് കഴിഞ്ഞപ്പം, എന്തിനും ഇതിനു മാത്രം പറഞ്ഞത്, പുള്ളിയൊന്നും നമ്മളെ റോസ്റ്റ് ചെയ്തില്ല, പുള്ളി ചെറുതായിട്ടൊന്ന് നമ്മളെ ഗെയിമൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരണമെന്നല്ലേ പറഞ്ഞോളെന്ന് പറഞ്ഞപ്പോൾ അനീഷൊന്നും പക്ഷെ അനീഷ് പറഞ്ഞതൊക്കെ വളരെ ശക്തമായിട്ട് വളരെ മോശമായിപ്പോയി സാബുമോനോട്